أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الأجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പ്രദേശത്തെ കമ്പിൽ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനും മുജാഹിദ് ദഅവാ സമിതി കമ്പിൽ യൂണിറ്റും തമ്മിൽ നടത്തിയ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. 19/2/2015 നബിദിനാഘോഷം എന്ന വിഷയത്തിലുള്ള ഈ സംവാദത്തിൻ്റെ വ്യവസ്ഥ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പ്രദേശത്തെ ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേർന്ന താഴെ പറയുന്ന ആളുകളാണ് ഈ വ്യവസ്ഥ തയ്യാറാക്കുവാൻ വേണ്ടി കൂടിയിരുന്നിട്ടുള്ളത്. കമ്പിൽ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് സലീം ഫൈസി, അബ്ദുർ റഷീദ് സഅദി, ഇസ്ഹാഖ് ഫൈസി, സിദ്ദീഖ് ദാരിമി, ഷംസുദ്ദീൻ ഫൈസി, മുജാഹിദ് ദഅവാ സമിതിയുടെ പ്രതിനിധികളായി ഷിഹാബുദ്ദീൻ AC, ഫൈസൽ MP, ഫിറോസ് KV, അബ്ദുഷുക്കൂർ VP, അബൂബക്കർ KP. ആ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനു വേണ്ടി അഹമ്മദ് തെർലായിയും മുജാഹിദ് ദഅവാ സമിതിക്ക് വേണ്ടി റാഫി PP-യുമാണ്. ഇവർ തയ്യാറാക്കിയ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ സംവാദം നടക്കുകയാണ്. ഈ സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന പണ്ഡിതന്മാർ ഫൈസൽ മൗലവി, അബ്ദുൽ മാലിക് സലഫി, ഫളുൽ ഹഖ് ഉമരി, ഷുറൈഹ് സലഫി, നൂറുദ്ദീൻ സ്വലാഹി, മൂസ സ്വലാഹി കാര, CP സലീം, അബ്ദുറഹ്മാൻ ഫാറൂഖി ചുങ്കത്തറ, സൽമാനി, അബ്ബാസ്, ഇൻഷാദ് സ്വലാഹി, ഇത്രയും ആളുകളാണ്
മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ, ഇന്നത്തെ ഈ സംവാദത്തിൻ്റെ വിഷയമായി വ്യവസ്ഥയിലുള്ളത് വായിച്ചു കേൾപ്പിക്കുകയാണ്. വിഷയം നബിദിനാഘോഷം, സുന്നിവാദം. നബിദിനാഘോഷം ഷിർക്കല്ല, ഷിർക്കാണെന്നുള്ള മുജാഹിദ് വാദം തെറ്റാണ്. മുജാഹിദ് വാദം റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും ബിദ്അത്താകുന്നു. അതിനാൽ അത് അനിസ്ലാമികമാണ്. അതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന ഗദ്യപദ്യങ്ങളിൽ ഷിർക്കുള്ളവയുണ്ട്. ഈ ഒരു സംവാദത്തിൻ്റെ പ്രമാണമായി വ്യവസ്ഥയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. ബാക്കി സ്റ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരു കൂട്ടരും ഒരുമിച്ച് തുല്യമായി വഹിക്കുകയും സംവാദ നടത്തിപ്പിന്റെ കാര്യങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും 7 വിഭാഗം ആളുകളെ 7 വീതം ആളുകളെയും മധ്യസ്ഥരെയും ചുമതലപ്പെടുത്തി ഇരു വിഭാഗത്തിൽ നിന്നും 10 വീതം പണ്ഡിതന്മാർ ഓരോ മധ്യസ്ഥരും സംവാദത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ തീയതി നിശ്ചയിച്ചിരുന്നത് 2015 മെയ് 24 ഞായർ 9 മണി മുതൽ 4 മണി വരെയാണ്. ഈ സംവാദത്തിൽ ഓരോ വിഭാഗത്തിനും വിഷയാവതരണത്തിന് 30 മിനിറ്റ് വീതം. അത് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക. ആ നറുക്കെടുപ്പ് ഇവിടെ കഴിഞ്ഞു. ആദ്യമായി വിഷയാവതരണത്തിനുള്ള അവസരം നറുക്കെടുപ്പിലൂടെ ലഭിച്ചിട്ടുള്ളത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനെ പ്രതിനിധീകരിക്കുന്ന സുന്നി വിഭാഗത്തിനാണ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മുജാഹിദ് വിഭാഗത്തിന്റെ വിഷയാവതരണം ഉണ്ടാകും. എന്നിട്ട് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ആളുകൾ ചോദ്യം ചോദിക്കും. രണ്ടാമത്തെ വിഷയം അവതരിപ്പിച്ച ആളുകൾ പിന്നീട് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ തുടരുന്നത്. എല്ലാ ആളുകളോടും നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, വളരെ കൃത്യമായ നിയമാവലികളും നിർദ്ദേശങ്ങളുമെല്ലാം ഈ സദസ്സിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശം സുന്നി വിഭാഗത്തിന്റെ മധ്യസ്ഥൻ കൂടിയായ അഷ്റഫ് സാഹിബ് തളിപ്പറമ്പ് നിങ്ങളെ ഉണർത്തും. എല്ലാവരും ഇതൊരു ഖൈറായ പ്രവർത്തനമാണ് എന്ന ലക്ഷ്യത്തോടു കൂടി സത്യമായി പുലരാനുള്ള ഒരു സംവാദം എന്നുള്ള നിലക്ക്, ഒരു ചർച്ച എന്നുള്ള നിലക്ക് വളരെ പോസിറ്റീവായി ഇതിനെ കാണുകയും ഖൈറ് ബോധ്യപ്പെടുവാനും അത് തെളിയുവാനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ മനസ്സോടുകൂടി ഇരിക്കുകയും ചെയ്യണം. ഇതൊരു വാശിയുടെയോ വക്കാണത്തിൻ്റെയോ പ്രശ്നമല്ല. ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അത് ഒരുപോലെ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു മനസ്ഥിതിയോടുകൂടി തീർത്തും ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം ഈ സംവാദം കഴിയുന്നത് വരെ ഉണ്ടാകേണ്ടത് എന്ന് ഇതിന്റെ മധ്യസ്ഥന്മാർ എന്നുള്ള നിലക്ക് നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ സംവാദം കഴിയുന്നത് വരെ ഇതിന്റെ ചർച്ചയുമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ തുണക്കട്ടെ. ഇതിൽ നിന്ന് ഏറ്റവും ഖൈറായ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് സുന്നി വിഭാഗത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മധ്യസ്ഥൻ അഷ്റഫ് സാഹിബ് നമ്മളോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണം ഉണ്ടാകും. തുടർന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ വിഷയാവതരണം ഉണ്ടാകും. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യോത്തരവും നടക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, വ്യവസ്ഥ സംബന്ധമായും മറ്റും മുജാഹിദ് വിഭാഗത്തിൻ്റെ മീഡിയേറ്റർ പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും രണ്ട് വിഭാഗത്തിൻ്റെയും വാദം ഒന്നുകൂടി മാത്രം വായിക്കാം. സുന്നി വിഭാഗത്തിൻ്റെ വാദം നബിദിനാഘോഷം ഷിർക്കല്ല, ഷിർക്കാണെന്നുള്ള മുജാഹിദ് വാദം തെറ്റാണ്. മുജാഹിദ് വാദം റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും ബിദ്അത്താകുന്നു. അതിനാൽ അത് അനിസ്ലാമികമാണ്.
അതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന ഗദ്യ പദ്യങ്ങളിൽ ശിർക്കുള്ളവയുണ്ട്. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. നറുക്കെടുപ്പിലൂടെ ആദ്യ വിഷയാവതരണം വന്നിരിക്കുന്നത് സുന്നി ഭാഗത്തിനാണ്. സുന്നി വിഭാഗത്തിലുള്ള പണ്ഡിതൻ 30 മിനിറ്റ് നേരം വിഷയാവതരണം നടത്തും. അതിനുശേഷം മുജാഹിദ് ദഅവാ സമിതിയുടെ പ്രതിനിധി 4 മിനിറ്റ് വരുന്ന ചോദ്യം ചോദിക്കും. അത് ഉത്തരം 6 മിനിറ്റ് വീതമാണ്. അടുത്ത വിഷയാവതരണം മുജാഹിദ് ദഅവാ സമിതി നടത്തുകയും അതിനുശേഷം സുന്നി പണ്ഡിതന്മാർ 4 മിനിറ്റ് വീതം ചോദ്യം ചോദിക്കുകയും 6 മിനിറ്റ് വീതം ഉത്തരം പറയുകയും ചെയ്യേണ്ടതാണ്. സദസ്സിന് വ്യക്തമായി എന്ന് കരുതുന്നു. വിഷയാവതരണം ആദ്യം തന്നെ 2 വിഭാഗം നടത്തുന്നതാണ്. എന്നാൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുക മുജാഹിദ് ദഅവാ സമിതിയുടെ പ്രവർത്തകരാണ്, അല്ലേ? രണ്ടാമത്തെ അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം, നമസ്കാരത്തിന് നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം പോലെ പിരിയാം. ഇവിടെ നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ സംഘാടക സമിതി തയ്യാറാക്കിയത്: 1, സദസ്സിൽ കർശനമായ അച്ചടക്കം പാലിക്കുക. 2, പണ്ഡിതരെ സദസ്സിൽ നിന്ന് കളിയാക്കുകയോ സംസാരം തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. മൊബൈൽ ഫോൺ ദയവ് ചെയ്ത് എല്ലാവരും നിർബന്ധമായും ഓഫ് ചെയ്യേണ്ടതാണ്. മൊബൈൽ ഫോൺ, മറ്റു അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് റെക്കോർഡിംഗ്, ഫോട്ടോ എന്നിവ എടുക്കരുത്. ബഹളം വെക്കുകയോ സംസാരിച്ച് ശബ്ദമുണ്ടാക്കുകയോ എഴുന്നേറ്റ് നിൽക്കുക, മുദ്രാവാക്യം പ്രകടനം എന്നിവ നടത്തരുത്. ഉസ്താദുമാരെയും മധ്യസ്ഥരെയും നിർബന്ധമായും അനുസരിക്കുക. ഇവ അനുസരിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകും. സമാപന ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ മുദ്രാവാക്യ പ്രകടനം എന്നിവ പാടില്ല. ഇത് സംയുക്തമായി 2 വിഭാഗവും ചേർന്ന് തയ്യാറാക്കിയ നിബന്ധനകളാണ്. ഇവ 2 വിഭാഗവും നിർബന്ധമായി അനുസരിക്കണം എന്ന് വിനീതമായി ഈ സദസ്സിന് വേണ്ടി 2 വിഭാഗത്തിനും വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം സദസ്സിലുള്ള അംഗവിക്ഷേപം, കാര്യങ്ങൾ എന്നിവ ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല ഹഖ് മനസ്സിലാക്കുവാനും ഹഖിനനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവരുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. വേദിയിലെ പണ്ഡിത സുഹൃത്തുക്കളെ, ഈ സംവാദം ശ്രവിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവാദത്തിലൂടെ അവന്റെ ദീനിന്റെ ഹഖ് വെളിപ്പെടുത്താനും ബാത്തിലിന്റെ അഹ്ലുകാരെ പരാജയപ്പെടുത്താനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ മധ്യസ്ഥന്മാർ വായിച്ചു, വിഷയം നബിദിനാഘോഷമാണ്. നബിദിനാഘോഷത്തെ സംബന്ധിച്ചുള്ള 2 കക്ഷികൾ തമ്മിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനും മുജാഹിദ് വിഭാഗത്തിലെ ഒരു വിഭാഗവും എന്ന് നമുക്കിപ്പോൾ പറയാം. ഏതാണ് വിഭാഗത്തിന്റെ പേരെന്ന് കാണുന്നില്ല. അങ്ങനെ 2 വിഭാഗം തമ്മിലുള്ള ഈ സംവാദത്തിൽ കൃത്യമായ വാദമാണ് ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള വാദമാണ് സുന്നി പക്ഷത്തു നിന്ന് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്.
ഞങ്ങളുടെ വാദം കൃത്യമാണ്. നബിദിനാഘോഷം ശിർക്കല്ല. ശിർക്കാണെന്ന അപ്പുറത്തെ കൂട്ടരുടെ വാദം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, പച്ച തെറ്റാണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ പുത്തൻ വാദമാണ്. ആ വാദം അവതരിപ്പിക്കുക വഴി അവരെല്ലാവരും പുത്തൻവാദികളായി പോയതിൽ നമ്മൾ സങ്കടപ്പെടുകയാണ്, ഖേദിക്കുകയാണെന്ന അർത്ഥത്തിലുള്ള വാദമാണ് ഞങ്ങളോട് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രസ്തുത വാദത്തെ സംബന്ധിച്ച് ആ അടിസ്ഥാനപരമായ വാദത്തിനെ കുറിച്ച് പ്രതികരിക്കാതെ അവരിവിടെ പറഞ്ഞ വാദം റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും ബിദ്അത്താകുന്നു, അതിനാൽ അത് അനിസ്ലാമികവുമാകുന്നു. വാദത്തിൽ തന്നെ അതിന്റെ തെളിവൊക്കെ പറഞ്ഞു കണ്ടുള്ള ഒരു തരം ദഅവ എങ്ങനെ പറയേണ്ടത് എന്നൊക്കെ ഒരു കോട്ടിമാറ്റൽ. അതിനാൽ അത് അനിസ്ലാമികമാണ്, അതിന്റെ ഭാഗമായി ആലപിക്കുന്ന ഗദ്യപദ്യങ്ങളിൽ ശിർക്കുള്ളവയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ടു കൂട്ടർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസ്കരിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുന്ന ഇമാമുമാരുണ്ട്, അവരംഗീകരിക്കുന്ന അവരുടേതായ ഇമാമുമാരുണ്ട്. അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക വക്താക്കളും നേതാക്കളുമായ സാക്ഷാൽ മുജാഹിദുകൾ, ഇന്നത്തെ മുജാഹിദുകൾ പോലെയല്ല, യഥാർത്ഥത്തിലുള്ള മുജാഹിദിസം, യഥാർത്ഥത്തിലുള്ള വഹാബികളുടെ നേതാക്കന്മാരായ അവരുടെ ഇമാമുമാരൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഈ വിഷയത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉസ്താദ് ഇമാം അബൂ ശാമ, അതുപോലെ തന്നെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മാഈലുൽ ഹിഖി, ഇമാം ഹലബി, ഇങ്ങനെയുള്ള ഒട്ടനേകം ഇസ്ലാമിക ലോകത്തെ സജീവമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാരഥന്മാരായ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന എത്രയെത്ര ഇമാമുമാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നബിദിനാഘോഷം നല്ല ആചാരമാണ്, യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് അനുവർത്തിക്കുന്നവർക്ക് പരലോകത്ത് പുണ്യം ഉണ്ട് എന്ന് ഇമാമുമാരെല്ലാവരും പറയുക. ഈ വിഷയമായി ലോകോത്തര ഹാഫിളീങ്ങളായ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദിസ്ഥമാക്കുകയും ഹദീസിന്റെ ആധികാരിക വ്യാഖ്യാതികളായിട്ട് ലോകം അംഗീകരിക്കുകയും പരിചയപ്പെടുകയും ചെയ്ത ഇമാമുമാർ അവര് പറഞ്ഞത് ഇതിന് പുണ്യമുണ്ട്, കൂലി കിട്ടും എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് ഇനി ഇത് ഞങ്ങളുടെ ഇമാമുമാരല്ല, അത് നിങ്ങളെ കോജാക്കന്മാരല്ലേ എന്നാണ് ഇവരുടെ അതിനുള്ള പ്രതികരണം. അതൊക്കെ നിങ്ങളെ കോജാക്കന്മാരല്ലേ, എന്നാ പിന്നെ അപ്പുറത്തുള്ള കോജാക്കന്മാരെ നമുക്ക് നോക്കാം. ഇവിടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആവിഷ്കർത്താക്കളും അതിന്റെ സംസ്ഥാപകരും അതിന്റെ ആദ്യകാല നേതാക്കളും കെ മൗലവി, കെ മൗലവി തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാക്ഷാൽ മുജാഹിദ്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ, ബോധപൂർവമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, വഴിപിരിഞ്ഞവരല്ല, പ്രത്യാരോപണങ്ങൾ തമ്മിൽ നടത്തുന്നവരല്ല, കുഫ്ർ ശിർക്കിന്റെ ആരോപണ പ്രത്യാപനങ്ങൾ കൊണ്ട് കേരളത്തിന്റെ കവലകളെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നവരല്ല, മറിച്ച് അതിന്റെ ആധികാരിക നായകന്മാരെന്നവർ പറയുകയും പ്രചരിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അല്ലേ. അവർക്ക് എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം അൽ മുർഷിദിന്റെ ഒരു കനപ്പെട്ട അൽ മുർഷിദ് തന്നെയാണ്. ഇതിലുള്ള ലേഖനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കാലത്തും പ്രസക്തങ്ങളാണ് എന്നാണല്ലോ നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. ഇക്കാലത്തും പ്രസക്തങ്ങളാണ് അല്ലേ. ഇക്കാലത്ത് അതൊക്കെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ നിർത്താം. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താ, അത് പ്രസക്തങ്ങളാണെന്നാണ്. നിത്യപ്രസക്തങ്ങൾ, ഖുർആനിന്റെ വരികളെ പോലെ കാണുന്നത് അല്ലേ. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല അവർക്കൊന്നും, ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് അല്ലേ. അന്ന് അത് മൗലിദിന്റെ സദസ്സ് പുണ്യസദസ്സാണ്. റബീഉൽ അവ്വൽ പവിത്ര മാസമാണ്. റബീഉൽ അവ്വൽ 12 ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട്
അതോടൊപ്പം തന്നെ അവരുടേതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് അറബിയിൽ മാത്രം പോരാ, മലയാളത്തിലും കൂടി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൗദൂആയ ചരിത്രങ്ങളൊന്നും പറഞ്ഞു കാണ്ട് മൗലൂദ് ഓതാൻ പാടില്ല എന്നൊക്കെ അവരതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ മാസം അത് പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്, ആഹ്ലാദിക്കേണ്ടതാണ്. ആഹ്ലാദത്തിന് പുണ്യമുണ്ട്, കൂലിയുണ്ട്. ലോകമെമ്പാടും ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആഘോഷിച്ചു എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഇവരുടെ ആദ്യകാല മുജാഹിദുകൾ ഏകദേശം ഒരു 10-40 കൊല്ലക്കാലം തന്നെ എന്ന് നമുക്ക് അനുമാനിക്കാം. ചരിത്രപരമായിട്ട് ഇവരിതിങ്ങനെ സമുചിതമായിട്ട് സുന്നികളെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളുകൾ. അപ്പൊ ഇതിൽ പിന്നെ എന്തിനാ കൂട്ടരെ പിന്നെ തർക്കിക്കുന്നത്? ഈ തർക്കത്തിന് എന്തർത്ഥമാണുള്ളതെന്ന് ആലോചിക്കാൻ നമ്മുടെ തലച്ചോറൊന്ന് ഉപയോഗപ്പെടുത്തേണ്ടേ എന്നാണ് എന്റെ പ്രിയപ്പെട്ട അപ്പുറത്തിരിക്കുന്ന മാന്യ ദേഹങ്ങളോടൊക്കെ ഒന്ന് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവർക്ക് പല രൂപത്തിലും വരുന്ന പരിണാമങ്ങളുടെ കൂട്ടത്തിൽ നബിദിനാഘോഷത്തെ ഇത്രമാത്രം പ്രകീർത്തിച്ച് ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും എഴുതിയ ഇവർ, ആഹ്വാനം ചെയ്ത ഇവർ, പിന്നെ 950-കൾക്ക് ശേഷം പരിവർത്തനത്തിന്റെ പരിണാമത്തിന്റെ പുതിയ രീതിയിലേക്ക് കടക്കുകയാണ്. നബിദിനം ആഘോഷിക്കുന്നത് തന്നെ ശിർക്കാണ്. വരികളിൽ ശിർക്കുണ്ട് എന്നല്ല, വരികളിൽ ഒരു കുഴപ്പമില്ലെങ്കിലും ശിർക്കാണ്. ഉമർ മൗലവി പറഞ്ഞില്ലേ, സാക്ഷാൽ എന്റെ അപ്പുറത്തിരിക്കുന്ന ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയില്ലേ? അപ്പൊ പറയും ഫൈസൽ മൗലവി എഴുതിയിട്ടില്ല എന്ന് പറയും. ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയില്ലേ? എഴുതിയതിന്റെ ഫായിൽ ആരാന്നുള്ളത് 2 പേജ് ഇപ്പുറത്തേക്ക് മറിച്ചാൽ കാണാം. അപ്പുറത്തെ 2 പേജ് അപ്പുറത്താണ് അദ്ദേഹം ഉള്ളത്, അതിന്റെ ഇപ്പുറത്തുണ്ട് ഇദ്ദേഹം. അപ്പോൾ ഇത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ് അല്ലെ? ഈ ഒരു ശിർക്കിൽ കവിഞ്ഞൊരു കളിയില്ല അല്ലേ? ശിർക്ക് ഇത് പറയാനായിട്ടൊരു കൂട്ടർ ഇറങ്ങിയിരിക്കാം അല്ലേ? ഉമർ മൗലവി എവിടേക്ക് എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. വരികളിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. എന്തേ അടിസ്ഥാനപരമായിട്ട് ഇത് ശിർക്കാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ആണ് എന്ന മുജാഹിദ് വാദത്തെ കുറിച്ച് കാമ എന്ന് പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യം കാണുന്നില്ല. ഇത് ഗൗരവപ്പെട്ട കാര്യമല്ല. ശിർക്കാണോ എന്നല്ലേ നിങ്ങൾ ഇവിടെ എഴുതിയത്? 2008 എഴുതിയില്ലേ? നിങ്ങളുടെ ഓർമ്മകളുടെ ഓളങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ എഴുതിയില്ലേ? ജനങ്ങളെ നിങ്ങളെ ഈ പലതും പറഞ്ഞു കാണ്ട് തെറ്റായ ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആശയ ഗതിയിലേക്ക് നിങ്ങളുടെ അനുയായികളുടെ തലച്ചോറിനെ കൊണ്ടുപോയില്ലേ? ഞങ്ങൾ ഒരിക്കലും വിമർശിക്കല്ല, നിങ്ങൾക്ക് സൽബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നബിദിനാഘോഷം ശിർക്കാണ് എന്ന് പറയാൻ കാരണം അത് നബിയുടെ പൊരുത്തം തേടുന്നുണ്ട് അത്രേ. നബിയുടെ പൊരുത്തം ലഭിക്കുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞതല്ലേ? വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദു. നബിയുടെ പൊരുത്തം, നബിയെ പൊരുത്തപ്പെടിപ്പിക്കുക, അവിടുത്തെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളതിന് ഏറ്റവും അവകാശപ്പെട്ട ആളാണ് നബി അല്ലേ? അത് മശ്ഹദം വ മഗീബ. എങ്ങനെയാണ് നബിയുടെ പൊരുത്തം സമ്പാദിക്കേണ്ടത്? മഹാനായ ഇമാം അബു സുഊദ് പറഞ്ഞില്ലേ എങ്ങനെയാണ് പൊരുത്തം സമ്പാദിക്കേണ്ടത്? ഫീ ബാബിൽ ഇജ്ലാലി ഫീ ബാബ് ഈഫാഇ ഹുഖൂഖിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഫീ ബാബിൽ ഇജ്ലാലി വൽ ഇഅ്ലാം മശ്ഹദം വ മഗീബ. സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നബിയോടുള്ള ആദരവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് നബിയുടെ പൊരുത്തം സമ്പാദിക്കണം. അത് ശിർക്കാത്ത. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്ന ഇബാദത്ത് അനുഷ്ഠിക്കുന്നവൻ മാതാവിന്റെ ഒരു പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ശിർക്കാണോ? സഹീഹായ ഹദീസല്ലേ? അങ്ങനെ എന്തെല്ലാം സംഭവമുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുർദി റസൂലഹു. അല്ലാഹുവിന്റെ റസൂലിനെ പൊരുത്തപ്പെടുത്തുന്ന, അവിടുത്തെ പൊരുത്തം നേടിയെടുക്കാൻ ആവശ്യമായ തൗഫീഖ് മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്തതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ അഭിനന്ദിച്ചു പറഞ്ഞ് ആ കാര്യം. ഇതിനെക്കുറിച്ച് ഇവര് ശിർക്ക് എന്ന് പറയുന്നത്. എന്തും തൊട്ടാ ശിർക്ക് തീയിന്റെ മാതിരിയാ, തൊട്ടാ ഇവർക്ക് പൊള്ളും. അപ്പൊ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അതേ സമയത്ത് ഇവിടെ അള്ളാഹുവിന്റെ പൊരുത്തം, അതിനു പുറമെ റസൂലിന്റെ പൊരുത്തം എന്നൊരു സംഗതി റസൂലുള്ളാഹിന്റെ നബിദിനാഘോഷത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. പക്ഷേ എടവണ്ണപ്പാറയിൽ മണിക്കൂറുകളോളം ഇരുത്തിക്കൊണ്ട് ഇവരോട് സംസാരിച്ചു. ഞങ്ങൾക്കങ്ങനെ വാദല്ല. ആ ഇരിക്കുന്ന മാന്യദേഹം പറയാൻ ഞങ്ങൾക്കങ്ങനെ ഒരു വാദല്ല. നിങ്ങളുടെ വാദത്തിന്റെ കൂമ്പാര കെട്ടുകൾ ഞങ്ങൾ ഇവിടെ തുറക്കാൻ പോകും.
നബിദിനാഘോഷം ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചതിന്റെ കൂമ്പാര കെട്ടുകൾ ഇത് ഈ ഇരിക്കുന്ന അനുയായികളുടെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ ഞങ്ങൾ ഹയാത്തുള്ള കാലത്തോളം നിങ്ങൾക്ക് സാധിക്കൂല. കുറെ കാലം നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റഖീബ് അതീദ് അലൈഹിസ്സലാം അവരെ റഖീബെ അതീദെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ഒച്ച അവർ കേൾക്കൂല. എന്നാൽ സഹായിക്കണേ എന്ന് സഹായം ചോദിച്ചാൽ ആ ശബ്ദം അവർ കേൾക്കും. ആര് കേൾക്കും? റഖീബ് അതീദ് കേൾക്കും. ഖുർആന്റെ നസ്സാണ്. പ്രാർത്ഥിച്ച ശബ്ദം കേൾക്കൂല എന്ന് ഖുർആന്റെ നസ്സും, സഹായം ചോദിക്കണേ എന്ന് സഹായാഭ്യർത്ഥന ശബ്ദം കേൾക്കും എന്നുള്ളത് അത് പിന്നെ എന്തിന്റെ നസ്സാ? എന്താണ് ഈ കോലത്തിലൊക്കെ ഇങ്ങനെ ഖുർആനും ഹദീസൊക്കെ ഈ കോലത്തിൽ അട്ടിമറിച്ചാൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവതരമായിട്ടാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതേസമയത്ത് നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇമാം ഹാവി പറഞ്ഞു എന്താണ്? ഇജ്തിമാഉന്നാസ്, ജനങ്ങളുടെ സംഗമം. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എളുപ്പമായ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാഥമ്യത്തിൽ വന്ന ഹദീസുകളൊക്കെ ഉദ്ധരിക്കുക. അതുപോലെ നബിയുടെ ജന്മദൃഷ്ടാന്തങ്ങൾ പറയുക, ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക വസിയാദത്തു അലാ ദാലിക മാഹിയ. അതിനപ്പുറം വായിക്കണം. എന്താണ് വസിയാദത്തു? വഅമ്മാ മാ യുഅമലു ഫീഹി ഫയംബഗി അൻ യുഖ്തസറ ഫീഹി അലാ മാ യുഫഹിമു ശുക്ര ലില്ലാഹി തആല മിൻ നഹ്വി മാ തഖദ്ദമ ദിക്റുഹു മിൻ അത്തിലാവ, ഖുർആൻ പാരായണം, വൽ ഇത്ആം, ഭക്ഷണദാനം, വസ്സദഖ, ദാനധർമ്മം, വഇൻഷാദു ശൈഇൻ മിനൽ മദായിഹി നബവിയ്യ, പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിക്കുക. അതുപോലെയുള്ള ഫിഅലുൽ ഖൈരി വൽ അമലു ലിൽ ആഖിറ, പരലോകത്തേക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്യുക. ഇനി അതിന് പുറമെ സിയാദത്തിന്റെ അർത്ഥം മനസ്സിലായിക്കോളി. സിയാദത്തിന്റെ അർത്ഥം മനസ്സിലായിക്കോളെ. അതിന്റെ താഴെ പറയുകയാണ് വഅമ്മ, അതായത് അസ്ലിയായിട്ട് ആടിസ്ഥാനികമായ നബിദിനാഘോഷം അത് സദാചാരമാണ്, പ്രതിഫലാർഹമാണ്. ഇനി അതിനെ തുടർന്ന് അവിടെ ഗാനാലാപനം, മറ്റു അനുവദനീയമായ ലഹുവുകള്, അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റാന്നല്ല പറയേണ്ടത്. ഇത് പറയുന്നതാരാ? ഹാഫിദ് ഇബ്നു അസ്ഖലാനിയാണ് പറയുന്നത്. ഇത് ഉദ്ധരിക്കുന്നതാരാണ്? മഹാനായ ഇമാം സുയൂത്തിയാണ് ഉദ്ധരിക്കുന്നത്. അയ്യുഖാല മാ കാന മിൻ ദാലിക മുബാഹൻ ബിഹൈസു യഖ്തലി സുറൂറ ബിദാലികൽ യൗം ലാ ബഅസ ബിഇൽഹാഖിഹി ബിഹി. ആ ദിവസത്തിൽ സന്തോഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അത് മുബാഹായ കാര്യങ്ങളാണെങ്കിൽ ആ സിയാദത്തിന്, ആ വർധനവിന് കുഴപ്പം ഇല്ല. ലാ ബഅസ ബിഇൽഹാഖിഹി. നിങ്ങൾ എന്താ പറഞ്ഞത്? മിൻ ഗൈരി സിയാദത്തിൻ. അവിടെ തഫ്സീലുണ്ട് എന്നതിന്റെ അർത്ഥം. തഫ്സീലുണ്ട്. മുബാഹാണെങ്കിൽ കുഴപ്പമില്ല. വമാ കാന ഹറാമൻ മക്റൂഹൻ ഫയുംനഉ, നിഷിദ്ധമോ കറാഹത്തോ ആണെങ്കിൽ അത് വിരോധിക്കപ്പെടണം. വകദാ മാ കാന ഖിലാഫുൽ ഔലാ. എന്താണ് നിങ്ങൾ ഇതിന്റെ അപ്പുറം വായിക്കുന്നത്? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എത്രയോ ലേഖനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽ ഇർഷാദ് അൽ മുർഷിദ് മാത്രമല്ല, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആടിസ്ഥാനികമായ നബിദിനാഘോഷത്തിന് പുറമെ അനുവദനീയമായ സന്തോഷാത്മകമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഇമാമുമാർ പറയുന്നു. ഇവർ പറയുന്നു കുഴപ്പമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളേറ്റല്ല ഇവർ ഏറ്റുമുട്ടുന്നത്, നിങ്ങളേറ്റുമുട്ടുന്നത് ദീനിന്റെ ഇമാമുമാരായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, നമ്മളും ഇവരും തമ്മിലുള്ള വിയോജിപ്പിന്റെ മർമ്മം എന്താണ്? നബിയുടെ ജന്മം അനുഗ്രഹമാണോ അല്ലേ എന്നുള്ളതാണ്. നബിയുടെ ജന്മം അതിലൊരു വലിയ അനുഗ്രഹമൊന്നുമില്ല. റിസാലത്ത്, നുബുവത്ത് 40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുള്ള 23 കൊല്ലത്തെ കുറഞ്ഞ കാലഘട്ടം അവിടെ നടത്തിയ നബിയുടെ ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ, സംസ്കരണ പ്രവർത്തനങ്ങൾ, അതിലാണ് റഹ്മത്തുള്ളൂ. ജനനത്തിനൊരു പ്രത്യേക, നമുക്കൊക്കെ കുട്ടി ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതിനപ്പുറം മുഹമ്മദ് നബി, ആമിനാക്കൊരു കുട്ടി, മുഹമ്മദ് എന്ന കുട്ടി, ആമിന ബീവിക്ക് ജനിച്ച കുട്ടി, അതിലുള്ള ആ ഒരു ജനനത്തിന്റെ സന്തോഷം എന്നതിലുപരിയായ ഒരു പ്രത്യേകത, ഒരു സവിശേഷത നബിയുടെ ജനനത്തിന് ഇല്ല എന്ന് ഇവരുടെ പുസ്തകങ്ങളിൽ എത്ര സ്ഥലത്ത് എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം തന്നെയാണ് നബിദിനാഘോഷ ഇസ്ലാമിക വീക്ഷണത്തില്. ഇതിന്റെ രചയിതാവിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. 2011 12 മുമ്പാണ്. ഇനി അയാൾ ഇപ്പൊ എവിടെയാണെന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഇന്നിപ്പുറാണ് ഈ നാളപ്പുറം. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, ഇതിലൊക്കെ പറയുന്നത് ജനനത്തിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാ. എന്നാൽ മഹാനായ ഇമാം അസ്ഖലാനി പറഞ്ഞത് നഹ്റുണ്ടല്ലേ, അൽഹംദുലില്ലാഹ് കുറെ നമുക്ക് അങ്ങോട്ട് കാണിച്ചു തരാണ്. വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിനൻ നിഅമ ബിബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മ ഫീ ദാലികൽ യൗമി. പ്രസ്തുത ദിവസത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ജന്മം കൊണ്ട് ഉണ്ടായ നിഅമത്തിനേക്കാൾ വലിയ നിഅമത്ത് മുസ്ലിമീങ്ങൾക്ക്, ലോകജനതയ്ക്ക്, ലോകത്തിന് തന്നെ
വേറെ ഇല്ലേ ഇല്ല എന്ന് ഇമാം ഹാഫിദുൽ അസ്ഖലാനി പറയുമ്പോ ഇവര് പറയുന്നു അതിലൊരു പുതുമയൊന്നുമില്ല. എന്താണ് നിങ്ങൾ ഈ പോകുന്നത് അല്ലേ? വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ പവിത്രത നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടില്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അല്ലേ? അല്ലെങ്കിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്നിട്ട് അല്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാർ തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠതയെ പറ്റി ചോദിക്കുമ്പോ അതിൽ 3 നബിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് പ്രഥമമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് നൽകിയത് മറുപടി ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നല്ലേ. വഫീഹി ബുഇസ്തു, അന്ന് എനിക്ക് പ്രവാചകത്വം ലഭിച്ചു. വഫീഹി ഉൻസില അലിയ, അന്ന് എന്റെ മേൽ ഖുർആൻ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ ഇറങ്ങുന്നത് പ്രവാചകത്വലബ്ധി അവയ്ക്കെന്തുമാത്രം ഇസ്ലാമികമായി സ്ഥാനമാനമുണ്ടോ, എന്നാൽ അതിന് തുല്യമോ അതിന് സമാനമോ അതിനേക്കാൾ മികച്ചതോ ആയ ഒന്നാമതായി എണ്ണി പറഞ്ഞ വിലാദത്തുർ റസൂൽ വമജീഉർ റസൂൽ, റസൂലിന്റെ ആഗമനം, റസൂലിന്റെ ജനനം. അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തില്ല? നിങ്ങൾക്ക് അതെന്താ? നമ്മളിപ്പോ നമ്മളമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന മാതിരി മുഹമ്മദ് എന്ന കുട്ടി ജനിച്ചു എന്നതിലപ്പുറം ഒരു എന്താ പറയാ, വളരെ ഒരു നിസ്സാര ഭാവമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റേത് ജനനം വലിയ നിഅമത്തല്ലേ. നിഅമത്തിൽ സന്തോഷിക്കുക എന്നതാണ് ഈ നബിദിനാഘോഷത്തിന്റെ സത്ത. ഇത് ഇമാം സുയൂത്തി തങ്ങൾ ഹാവിയിൽ പറഞ്ഞു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. സൂറത്ത് യൂനുസിന്റെ 58ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ ഫദ്ൽ, അല്ലാഹുവിന്റെ റഹ്മത്തും ഫദ്ലും എന്ന് പറയുമ്പോൾ നിരുപാധികവും ഉപാധിരഹിതവുമായ ഫദ്ലിൻ റഹ്മത്ത് ഞങ്ങൾക്കുള്ളത് റസൂലാണ്. നിങ്ങൾക്കുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂലാകുന്ന ആ റഹ്മത്തിൽ സന്തോഷിക്കുക എന്ന ആദിസ്ഥാനിക വശത്തിന്റെ അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ നബിദിനാഘോഷം എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് ഖുർആനിക വിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണോ ജനനം റഹ്മത്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന ആയത്ത് വെച്ചുകൊണ്ട് ആ റഹ്മത്ത് റസൂലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാമുമാർ. അങ്ങനെയുള്ള ആ സന്തോഷത്തെ നമ്മൾ ഒരേട്ടം നിർവഹിച്ചാൽ മതി. അത് പിന്നീട് ആവർത്തിക്കേണ്ടതുണ്ടോ ഇല്ലേ? അതാണ് പിന്നെ അടുത്ത ചർച്ച ചെയ്യാനുള്ളത്. തക്രാറ് വേണമോ വേണ്ടേ? തക്രീർ വേണമോ വേണ്ടയോ? തക്രാറ് വേണമോ വേണ്ടയോ? ആവർത്തിക്കേണ്ടതുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന് വേണ്ടി നുബുവത്തിന് ശേഷം അഖീഖത്ത് എന്ന ജന്മവുമായി ബന്ധപ്പെട്ട മൃഗബലിയാണല്ലോ അഖീഖത്ത്. അല്ലാതെ മരണവുമായി ബന്ധപ്പെട്ടതാ അല്ല, ജനനവുമായി ബന്ധപ്പെട്ടതാണ്. ജനനവുമായി ബന്ധപ്പെട്ട അഖീഖത്ത് അറുത്തു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറഞ്ഞു, ജനനമെന്ന ശുക്രിന്റെ ആവർത്തനത്തിന് ഈ ഹദീസ് വ്യക്തമായ രേഖയാണ്. ഹദീസ് ബാത്തിലാണെന്നും ഇപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം. അവിടെ ഹദീസ് ബാത്തിലാന്ന് നമുക്ക് പറയാം. ഇമാം സറൽമദി പറഞ്ഞിട്ടുണ്ട് ഹദീസ് ബാത്തിലാണ് എന്നിങ്ങനെ അവിടെ എഴുതി വെച്ചാൽ എഴുതിയേക്കണ്ട. നിങ്ങളൊരു ഉദ്ധരണികളെ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഖണ്ഡിക്കും. അതിനാവശ്യമായ വൈജ്ഞാനിക സമ്പത്തുമായിട്ടാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അത് വാർഷികമായ ആവർത്തനമാണോ? വാർഷികമായി ആവർത്തിക്കേണ്ടതുണ്ടോ? വാർഷികമായ ആവർത്തനത്തിനും തെളിവുണ്ട് എന്ന് ഞാനല്ല പറയുന്നത്, കെ മൗലവിയല്ല പറഞ്ഞിട്ടുള്ളത്. നബിദിനാഘോഷത്തിന്റെ വക്താക്കളായ സുന്നികളോ നബിദിനാഘോഷത്തിന്റെ വക്താക്കളായ അതിന്റെ ആളുകളായ സാക്ഷാൽ മുജാഹിദുകളോ അല്ല പറയുന്നത്. അവരൊക്കെ അവലംബിക്കുന്ന ഇമാമുമാർ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഫത്വയിൽ പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഫിർഔനിനെ മുക്കിക്കൊന്നതിന്റെ പേരിൽ ആശൂറാ നോമ്പ് എന്ന് പറയുന്ന നോമ്പ് ആ അനുഷ്ഠാനം ദീനിൽ ശറഅാക്കിയതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം, അതിൽ നിന്ന് തഹ്രീജ് ചെയ്യാം. തഹ്രീജ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ പ്രയോഗമാണ്. പണ്ഡിതന്മാരുടെ പ്രയോഗം അജ്ഞന്മാരായ ആളുകള് വിലയിരുത്താൻ ശ്രമിച്ചാൽ അവർക്ക് അപകടം പറ്റും. പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ അങ്ങനെ തഹ്രീജ് ചെയ്യാം, അതിനെ മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ഇങ്ങനെ വർഷത്തിൽ ഇതിങ്ങനെ ആ ദിവസത്തിൽ തന്നെ, അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, ആ ദിവസത്തിൽ തന്നെ വരുമ്പോൾ ആ ശുക്രിനെ ഒന്നുകൂടി നമ്മൾ ശക്തിപ്പെടുത്തുന്ന ആ ആഹ്ലാദ പരിപാടികൾ അത് നടത്താൻ ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്
ഹദീസിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെട്ടതാണ്. പിന്നീട് ഈ നബിദിനാഘോഷത്തിലുള്ളത് മദ്ഹിന്റെ മജ്ലിസുകളാണ്. മദ്ഹിന്റെ മജ്ലിസുകൾ അല്ലേ, മദ്ഹ് ചെയ്യാൻ ഇവരുടെ വീക്ഷണപ്രകാരം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ 23 കൊല്ലക്കാലത്ത് ഉണ്ടാക്കിയെടുത്ത ആ വിപ്ലവത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക, പരിചയപ്പെടുത്തുക. അതേ സമയത്ത് നബിയെ വാഴ്ത്തുക. എന്താ പറയുക? നബിനെ അങ്ങനെ വാഴ്ത്തിയാ പടച്ചോനായി പോകൂലേ റസൂൽ എന്ന് അവരുടെ വിചാരം. നബിനെ വാഴ്ത്തിയാ പടച്ചോനായി പോകും. നഹൂദുബില്ല. പടച്ചോൻ എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്ന ആൾ എന്നുള്ള ആ ഒരു നിർവചനം നിങ്ങൾ കാണുന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ വാഴ്ത്തപ്പെടുന്നയാളല്ലേ അല്ലേ? എന്താണ് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അൻസാരികളായ സഹാബിമാർ സർവ്വവിധ പ്രതിഫലവും സ്വർഗത്തിൽ അവർ നേടിയെടുക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലിനോട് പരാതി പറയുന്ന മുഹാജിറുകളായ സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്തില്ല? മുഹാജിറുകളെ, നിങ്ങൾ പേടിക്കണ്ട. മാ ദഅഉതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന കാലത്തോളം വഅസ്നീതും അലൈഹിം, അവരെ നിങ്ങൾ വാഴ്ത്തണം എന്നാ പറയുന്നത്. വാഴ്ത്തണം. അങ്ങനെ വാഴ്ത്തുവാനുള്ള സദസ്സ്, ആ സദസ്സ് സ്വഹാബിമാർ നടത്തിയിട്ടില്ലേ? മദ്ഹിന്റെ സദസ്സുകൾ. മജ്ലിസ് ഒന്നും പറ്റും ഓരോരുത്തരും ഒറ്റ ഇങ്ങനെ ചെല്ലിപ്പറിക്കാൻ മതി. മജ്ലിസ് ഒക്കെ ഇങ്ങനെ വട്ടട്ടി ഇരിക്കുമ്പോൾ അത് പ്രത്യേക രൂപമാണ്. ആ രൂപം ഇങ്ങനെ വട്ടാവുമ്പോൾ ഒരു പ്രത്യേക രൂപമല്ല. ചതുരാക്കി കൂടെ, നീളത്തിലാക്കി കൂടെ എന്നൊക്കെയാണ് പല ചോദ്യങ്ങൾ. എന്നാൽ മദീനത്തെ പള്ളിയിൽ ഹൽക്ക കെട്ടിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെയും അബൂ ഹുറൈറയുടെയും എല്ലാം സംഭവം ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് വിഷയം അരമണിക്കൂറായതുകൊണ്ടാണ് ഇത് ചുരുക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വാദം എന്താണ്? ശിർക്കാണ് എന്നുള്ള നിങ്ങളുടെ വാദം, സാക്ഷാൽ വാദം, അത് പറയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ഷിർക്ക്. ഇവരിപ്പോ ഷിർക്ക് തൗഹീദ് മക്കൾ കളിക്കല്ലേ. ഇന്നത്തെ മുവഹിദ് നാളെ മുശ്രിക്ക്, നാളത്തെ മുശ്രിക്ക് ഇന്ന് മറ്റന്ന മുവഹിദ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. മൗലിദികളിൽ ഒരു കുഴപ്പമില്ലെങ്കിലും ഷിർക്കാണെന്നല്ലേ ഉമർ മൗലവി പറഞ്ഞത്. പിന്നെ പ്രത്യേകത കൽപ്പിച്ചാൽ ഒരു പ്രത്യേകതയായിട്ടാണ്. എന്താ നിങ്ങളുടെ മൗലവിമാര് പറഞ്ഞത്? റബീഉൽ അവ്വൽ പ്രത്യേകമായി ആഘോഷിക്കണം തന്നെയാണ് കെ മൗലവി പറഞ്ഞത്. പ്രത്യേകമായി ആഘോഷിക്കണം. അത് അന്ന് നടപടിയിരുന്ന പിന്നെ ബിദ്അത്തിന്റെ സാഹചര്യങ്ങളെ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മൗലിദാഘോഷം എന്നൊരു പേര് കൊടുത്തതാണ്. തസ്മീയത്തിലെ പ്രശ്നമുള്ളൂ. എന്നാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. കെ മൗലവി ചെയ്തതിനോട് ഇയാൾക്ക് യോജിപ്പില്ല. എന്താണ് ഈ കാട്ടുന്നത് അല്ലേ? എന്നാൽ എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത? റബീഉൽ അവ്വൽ 12-നുള്ള ഈ പ്രവർത്തനം, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലുള്ള പ്രവർത്തനം, അത് 12-നേക്കാൾ മുന്തിച്ചാൽ ഹറാമാണെന്നോ പിന്തിച്ചാൽ ഖളാ വീട്ടലാണോ എന്നിവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ തഖ്സീസിന്റെ മഅന എന്താണ്? അങ്ങനെ ഒരു പറച്ചിലാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഡേറ്റ് അല്ലേ? നബിയെ മദ്ഹ് ചെയ്യുക, നബിയെ പരിചയപ്പെടുത്തുക, വാഴ്ത്തുക, സന്തോഷിക്കുക എന്നുള്ളതിന് ഒരു ഡേറ്റ് കണ്ടെത്താൻ പറ്റുമോ? തഅയീനുൽ യൗം അവി ശഹർ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ദിവസവും മാസവും തെരഞ്ഞെടുക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന് നബിയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാംമാർ പറയുന്നു, വഫീഹി ദലാലത്തുൻ അലാ ജവാസ് തഖ്സീസ് ബഅദിൽ അയ്യാമി ബിബഅദിൽ അഅ്മാൽ, ചില അനുഷ്ഠാനങ്ങൾക്ക് ചില പ്രത്യേക ദിവസങ്ങളെ നിജപ്പെടുത്തുന്നതിൽ അനുവാദമുണ്ട്. ഷറയിൽ അനുവാദമുണ്ട്. ആ മയനാക്കാണോ നിങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞത്? എന്നാ പ്രത്യേകമായിട്ട് ആഘോഷിക്കണം എന്ന് കെ മൗലവി പറഞ്ഞിട്ടുണ്ട്. അയാളെ നരകത്തിലേക്ക് പറഞ്ഞേക്ക് നിങ്ങൾ ആദ്യം, എന്നിട്ട് ഞങ്ങളെ മേത്ത് കിടത്താൽ മതി, ഞങ്ങളെ ശരീരത്തിൽ കിടത്താൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹബ്ബത്തുൻ നബി എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാഴ്ത്തിപ്പറയൽ എന്നുള്ളത് സ്നേഹം തന്നെയാണ് അല്ലേ? ഇവര് പറയും നിങ്ങൾ നബിനെ വാഴ്ത്തി പറയുന്നുള്ളൂ, മദ്ഹ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഇത്തിബാ ഇല്ല. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞാല്? ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കല, മലക്കുകളിൽ വിശ്വസിക്കല, അന്ത്യനാളിൽ വിശ്വസിക്കല. സുന്നികളിൽ അത് വിശ്വാസമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ സുന്നികളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാണ് ഇവര്. എന്നാൽ കള്ളുകുടിച്ച സഹാബിക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്തുണ്ടെയും ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതോ അപ്പൊ കള്ളുടിയന്മാർക്ക് മഹബ്ബത്ത് ഉണ്ടാവുമോ? അത് റസൂലാ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ചോദ്യം എന്താണ്? അതിന്റെ മൗലിദ് എന്ന ആ അറബി ശബ്ദം, അതിന്റെ ആ അറബി ശബ്ദത്തിൽ പറയപ്പെടുന്ന ആ ആഘോഷത്തെ പറ്റി ഹാഫിദുൽ അസ്കലാനിയും സഹാബിയും സുയൂത്തിയും ഒക്കെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടില്ലേ? ബിദ്അത്തുൻ ഹസന എന്ന അനാചാരം നമ്മൾ നോട്ടീസിൽ അർത്ഥം വെക്കുന്നത്. ബിദ്അത്തുൻ ഹസന സദാചാരം എന്നാണ്. ബിദ്അത്തുൻ ഹസന മതത്തിൽ സുന്നത്താണ്. ബിദ്അത്തുൻ ഹസന മതപരമായ സുന്നത്താണ്. സുന്നത്താണ്, അത് ബിദ്അത്തല്ല. എന്നിട്ട് ഈ അറിവില്ലാത്ത ആൾക്കാരെ കണ്ടോ, ബിദ്അത്തുൻ ഹസന സദാ അനാചാരം എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ യുസാബു അലാദാലിക ഫായിലുഹ എന്ന് പറയോ? നിങ്ങളത്ര ഒന്നും അറിവില്ലാത്ത പോലാണല്ലോ ഇമാമിയങ്ങൾ. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാമിയങ്ങൾക്ക് നിങ്ങളത്ര അറിവില്ലല്ലേ?
ഭാഷ അറിയില്ല, സാഹിത്യം അറിയില്ല, ഒന്നും അറിയില്ല നിങ്ങൾ വിചാരിച്ചത്. എന്നാൽ കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബിദ്അത്തിന് അതിന് റസൂലുള്ള 2 നിബന്ധന പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തിന് 2 നിബന്ധന റസൂലാ പറഞ്ഞത്. ഒന്ന്, അത് മുഹ്ദസത്തായിരിക്കണം, പുതുതായതായിരിക്കണം. 2, അത് പ്രമാണത്തിന്റെ അടിസ്ഥാനമില്ലാത്തതായിരിക്കണം. ഇത് രണ്ടും കൂടിയുടെ സംഗമത്തിലെ ബിദ്അത്തും ദലാലത്തും ഉണ്ടാകുകയുള്ളൂ എന്ന് നബിയാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാഫി ഇമാം പറഞ്ഞു, ബിദ്അത്ത് പിൽക്കാലത്തുണ്ടാകുന്ന ഒരു രൂപം, അതിൽ നല്ലതുമുണ്ട് ചീത്തതുമുണ്ട്. നല്ലത് സുന്നത്ത് തന്നെയാണ്. ഇത് ശാഫി ഇമാം പറഞ്ഞു. അതുപോലെ തന്നെ ഹാഫിദുൽ അസ്കലാനി പറഞ്ഞു. അതുപോലെ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു. ഇമാം നവവി തങ്ങൾ പറഞ്ഞു. കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് റസൂൽ പറഞ്ഞില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വായിക്കുന്നത് കുല്ലു ഐനിൻ സാനിയ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കുന്ന CP സലീമിന്റെ കണ്ണ് വ്യഭിചാരം ചെയ്യുന്നുണ്ട് അർത്ഥം വെക്കാൻ പറ്റുമോ? കുല്ലു ഐനിൻ സാനിയ, മൂജബ കുല്ലിന്റെ അർത്ഥം എന്താണ്? മൂജബ